വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം ഓഫീസിന് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ കേരളത്തിലാകെ അലയടിച്ച വലിയൊരു UDF തരംഗമുണ്ട്. ആ തരംഗത്തിൻ്റെ ഭാഗമായിട്ട് പോലും സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു വൻ വിജയമാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി അടക്കം ചരിത്രത്തിലാദ്യമായി. മുനിസിപ്പാലിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് പോലും UDFന് ഭരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും ദീർഘമായ ഒരു കാലയളവിനുള്ളിൽ CPM കൈവശം വെച്ച് വരുന്ന മുനിസിപ്പാലിറ്റി അടക്കം കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏലംകുളം പഞ്ചായത്തിൽ ജനാധിപത്യപരമായിട്ട് ഞങ്ങൾ വിജയിച്ചിരുന്നു. എന്നാൽ ഇടക്ക് ഒരു വലിയ കുതിരക്കച്ചവടം നടന്നു. ആ കുതിരക്കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ നേരിട്ടിടപെട്ട് ഞങ്ങളുടെ ഒരു സ്വതന്ത്ര മെമ്പറെ കൂറുമാറ്റിയിട്ടാണ് അവിടെ ഭരണം അട്ടിമറിച്ചത്. എന്നാൽ ആ അട്ടിമറിച്ച ഏലംകുളത്ത് പോലും ഇത്തവണ വീണ്ടും ജനാധിപത്യത്തിൻ്റെ കരുത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നു. ഇത് ജനങ്ങളിൽ ഞങ്ങൾ നടത്തിയൊരു വിശ്വാസത്തിൻ്റെ, ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഉജ്ജ്വല വിജയമാണ്. ആ വിജയാഘോഷം ഞങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ തൊട്ട് പിറകെ നടത്താതെ ഒരു സംഘർഷാവസ്ഥയും ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്ന ഉത്തമ വിശ്വാസവും കരുതലും കൊണ്ടാണ് ഞങ്ങൾ ഒരാഴ്ച പിന്നിട്ടിട്ടാണ് 21-ാം തീയതി നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മതി ഞങ്ങളുടെ വലിയ ആഘോഷം എന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ ആഘോഷത്തോടനുബന്ധമായിട്ട് സ്വാഭാവികമായിട്ടും സംഘർഷ സാധ്യത ഉണ്ടാകാനിടയുള്ളത് CPMൻ്റെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഈ 10,000-കണക്കിന് ആളുകൾ അണിനിരന്ന ഒരു വിജയാഘോഷമാണ് ഇന്നലെ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിജയാഘോഷം CPMൻ്റെ ഓഫീസുള്ള പട്ടാമ്പി റോഡിലേക്ക് ഒരിക്കലും പോകേണ്ട എന്ന് നേതൃതലത്തിൽ ഞങ്ങൾ തീരുമാനിച്ച് സമാധാനപരമായിട്ട് ഇത്ര വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള സംഘർഷവുമില്ലാതെ വളരെ കരുതലോടുകൂടി ഞങ്ങൾ ആ വിജയാഘോഷം അവസാനിപ്പിച്ചു. അതിനുശേഷം വളരെ ഗൂഢാലോചന നടത്തി ഒരു കാഫർ സ്ക്രീൻഷോട്ട് പണ്ട് ഉണ്ടാക്കിയ പോലെ ഒരു ഗൂഢാലോചന നടത്തി ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പച്ച നുണ പ്രചരിപ്പിച്ചു. CPMൻ്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്നതായിരുന്നു ആ നുണ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, CPMൻ്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടാകണമെങ്കിൽ ആ CPMൻ്റെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്, അത്തരമൊരു കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് CPM ഒരു വലിയ ഗൂഢാലോചന നടത്തി ആളുകളെ വിളിച്ചു ചേർക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ വിചാരിച്ചൊരു കാര്യം, CPMൻ്റെ നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുൻകൈ എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ CPMൻ്റെ നേതൃതലത്തിൽ ആലോചിച്ചുകൊണ്ട് അതിൽ CPMൻ്റെ കൗൺസിലർമാരടക്കം മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പതിവ് പോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM തോൽക്കും. CPM തോറ്റാൽ ആദ്യമായിട്ട് അവർ നടത്തുന്ന ആക്രമണം മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ, അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. പോലീസിന് ഇക്കാര്യം വളരെ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസ് നോക്കി നിൽക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ. ഞങ്ങൾ ഈ അടുത്ത് ഒരു 6 മാസം മുമ്പാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് വളരെ മനോഹരമായി നവീകരിച്ചത്. ആ ഓഫീസാണ് പൂർണ്ണമായും അടിച്ച് തകർത്തിരിക്കുന്നത്. ഇതൊരു കണ്ണൂർ മോഡൽ ആക്രമണമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ആക്രമണം കൊണ്ട് നേരിടാൻ UDF ആഗ്രഹിക്കുന്നില്ല. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF LDF അല്ല എന്നതുകൊണ്ടാണ്. അത്തരമൊരു ആക്രമണവും അത്തരമൊരു ഗുണ്ടായിസവും ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് CPMൻ്റെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള വാർഡുകളിൽ പോലും അവർ തോറ്റമ്പിയത്. സ്വാഭാവികമായിട്ടും അത്തരമൊരു പരാജയമുണ്ടാകുമ്പോൾ ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നതിന് പകരം ഏറ്റവും നീചമായ ഒരാക്രമണം വീണ്ടും ജനങ്ങൾക്ക് നേരെ അഴിച്ചുവിടുകയാണ്. അപ്പോൾ രാത്രി UDFൻ്റെ മുഴുവൻ നേതാക്കന്മാരും രാത്രി തന്നെ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഞങ്ങൾ പ്രതിഷേധ സമരവുമായി തെരുവിലിറങ്ങി നട്ടപ്പാതിര വരെയും ആ സമരം തുടർന്നു. സമരത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് വെച്ചൊരു കാര്യം, പ്രതികളെ പിടിക്കാതെ ഞങ്ങൾ ഒരു കാരണവശാലും പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ണൂരിലെ ആക്രമണം, വടകര താലൂക്കിലെ ആക്രമണം, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഭാഗത്തുണ്ടാകുന്ന ആക്രമണം, അതിന് സമാനമായ ഒരു മൈൻഡ് സെറ്റുള്ള ചില നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് CPMൻ്റെ നേതാക്കന്മാർ
വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത്തരത്തിൽ ജനപിന്തുണ നഷ്ടപ്പെട്ടിട്ടും അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ വലിയ പരാജയമാണ്.